ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ചില കണക്ക് കൂട്ടലുകൾ കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചില ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ചില സമവാക്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠമാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നമുക്കിനി നേരിട്ട് പാഠത്തിലേക്ക് കടക്കാം. ഒരു ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കറിയാം നീളം ഇൻറ്റു വീതിയാണ് ഒരു ചതുരത്തിൻ്റെ ഏരിയ. ഇപ്പോൾ ഇത് ഒരു ചതുരം, ഇതിൻ്റെ നീളം ഒരു 26 സെൻറ്റിമീറ്റർ, വീതി ഒരു 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു 5, 130 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മളിവിടെ 26 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 130 കിട്ടിയല്ലേ. നമുക്കറിയാം ഇപ്പോൾ 10, 100 അല്ലെങ്കിൽ 20 ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇവയെ ഗുണിക്കാൻ പറ്റും. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ഒരു 0 ചേർത്താൽ മതി, അല്ലെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 0 ചേർത്താൽ മതി, അല്ലെങ്കിൽ 20 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ചേർത്താൽ മതി. ഇതേ ചതുരം തന്നെ ഞാനിതിനെ 20 സെൻറ്റിമീറ്ററിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അതായത് 2 ആക്കി മുറിച്ചു. അതായത് ഈ നീളം 20 സെൻറ്റിമീറ്ററും ഈ നീളം 6 സെൻറ്റിമീറ്ററും. വീതി സെയിം തന്നെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ എങ്ങനെ എഴുതാം? ഇവിടെ 26 പകരം 20 + 6 അപ്പോൾ നമുക്ക് ഈ 20 + 6 അതിനെ നമുക്ക് 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഇവിടെ 26 നമ്മൾ 20 + 6 എന്ന് എഴുതി. അതായത് ഇവിടെ 2 പീസുകൾ വന്നു ഒരു പീസ് എത്ര വന്നു? നീളം 20, വീതി 5 അപ്പോൾ നമുക്ക് 20 × 5 എന്ന് പറയുന്ന ഒരു കഷ്ണം, പിന്നെയോ 6 × 5 എന്ന് പറയുന്ന മറ്റൊരു കഷ്ണം 6 × 5 എന്ന് പറയുന്ന മറ്റൊരു കഷ്ണം. ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതായത് 20 × 5 100 + 6 × 5 30. അപ്പോൾ നമുക്ക് ഇവിടെയും 130 എന്ന് ഉത്തരം കിട്ടി. ഇനി നാം ഇവിടെ എഴുതിയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 20 + 6 × 5 അതായത് 20 × 5 എന്നാണ് ആദ്യം കിട്ടിയത്. അതായത് 20ഉം ഈ 5ഉം 5 കൊണ്ട് 20നെ ഗുണിച്ചു. പിന്നെ എന്ത് ചെയ്തു? കൂട്ടി. ഏത് കൂട്ടി? 6നെ 5 കൊണ്ട് ഗുണിച്ചു. അതായത് പുറത്ത് കിടക്കുന്നത് കൊണ്ട് ഓരോ സംഖ്യയെയും ഗുണിച്ചു. എന്നിട്ട് അവ തമ്മിൽ കൂട്ടിയപ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയത്. ഇനി നമുക്ക് കുറച്ചും കൂടി വീതിയുള്ളൊരു ചതുരാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെ നീളം 26 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ വീതി 5ന് പകരം 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? 26 × 15. എത്ര കിട്ടും നമുക്ക്? 26 × 15 ഗുണിച്ച് കഴിഞ്ഞാൽ 390 കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ നീളത്തിന് നമുക്ക് 26 നമ്മൾ ഒന്ന് മുറിക്കുക. ഇവിടെ നമുക്ക് ഒന്ന് 20 സെൻറ്റിമീറ്ററും അടുത്തത് 6 സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടി വരയ്ക്കും. ഇവിടെ ഞാൻ 20 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. ഇനി വീതി ഇവിടെ 15 സെൻറ്റിമീറ്റർ ഉണ്ട് അത് ഞാൻ 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആക്കി വിചാരിക്കുക. അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 4 പീസുകൾ വന്നു ആ ഈ 4 പീസുകളുടെയും ഏരിയ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര വരും? നീളം 20 ആണ്, വീതി എത്രയാണ്? 10 അപ്പോൾ 20 × 10 എന്ന് വന്നു. ഇനി ഈ പീസിൻ്റെ ഏരിയ എത്ര വരും? ഇതിൻ്റെ നീളം 20 ആണ്, ഇതിൻ്റെ വീതി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ അപ്പോൾ 20 × 5. ഇവിടെയോ നീളം 6 × വീതി 10. ഇവിടെ നീളം 6 തന്നെ, വീതി 5. ഇനി നമുക്കിപ്പോൾ 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈ ഉത്തരം കിട്ടണം. അതായത് ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും?
20 ഇൻറ്റു 10 പ്ലസ് 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 5. 20 ഇൻറ്റു 10 200. അപ്പോൾ നമുക്ക് ഗുണിക്കാൻ എളുപ്പമാണ് അല്ലേ? 20 ഇൻറ്റു 10 200, 20 ഇൻറ്റു 5 100, 6 ഇൻറ്റു 10 60, 6 ഇൻറ്റു 5 30. അപ്പോൾ 300, 360, 390. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ഏരിയ 26 ഇൻറ്റു 15 എന്ന് നേരിട്ട് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? 26 സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? അതായത് 20 പ്ലസ് 6 എന്നെഴുതി. പിന്നെയോ 15-നെ 10 പ്ലസ് 5 എന്നെഴുതി. ഇനി നമുക്ക് ഈ കൂട്ടിയതും ഇതും തമ്മിൽ നോക്കിയേ. ആദ്യം കിട്ടിയത് ഏതാണ്? 20 ഇൻറ്റു 10 അല്ലേ? അതായത് ഈ 20 ഇവിടുത്തെ 10 ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു. പിന്നെയോ 20 ഇൻറ്റു 5 ഇതുകൊണ്ട് ഈ രണ്ടാമത്തെ സംഖ്യയും ഗുണിച്ചു. മനസ്സിലായല്ലോ? പിന്നെ എന്താ കിട്ടിയത്? 6 ഇൻറ്റു 10 ഈ രണ്ടാമത്തെ കൊണ്ട് ഇതിൻ്റെ ആദ്യത്തേനെ ഗുണിച്ചു. പിന്നെ 6 ഇൻറ്റു 5 രണ്ടാമത്തത് കൊണ്ട് ഇതിനെ ഗുണിച്ചു. ഇപ്പോൾ ഈ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ബീജഗണിത രൂപമാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇപ്പോൾ ഈ രണ്ട് സംഖ്യകൾ 20 പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 5 അല്ല, വ്യത്യസ്ത സംഖ്യകളാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സംഖ്യ എക്സ് പ്ലസ് വൈ ആണെന്ന് വിചാരിക്കാം. രണ്ട് വ്യത്യസ്ത സംഖ്യകൾ. ഇതിന് പകരം അടുത്ത സംഖ്യ 10 പ്ലസ് 5-ന് പകരം നമുക്ക് യു പ്ലസ് വി ആണെന്ന് വിചാരിക്കാം. ആദ്യം എക്സ് കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, പിന്നെ എക്സ് കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, പിന്നെ വൈ കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, വൈ കൊണ്ട് രണ്ടാമത്തേനെ ഗുണിക്കുന്നു. അവ തമ്മിൽ കൂട്ടിയിട്ടാൽ മതി. അതായത് എക്സ് ഇൻറ്റു യു എക്സ് യു പ്ലസ് എക്സ് ഇൻറ്റു വി എക്സ് വി പ്ലസ് വൈ ഇൻറ്റു യു വൈ യു പ്ലസ് വൈ ഇൻറ്റു വി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. അപ്പോൾ ആദ്യത്തെ തുക എക്സ് പ്ലസ് വൈയും രണ്ടാമത്തേത് യു പ്ലസ് വിയുമാണെങ്കിൽ അവയുടെ ഗുണനഫലം എന്തായിരിക്കും? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. 31 ഇൻറ്റു 51 ഇതൊന്ന് ഗുണിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എങ്ങനെ എഴുതാൻ പറ്റും? 31-നെ 30 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലായി എക്സ് യു അല്ലേ? അതായത് 30 ഇൻറ്റു 50. അപ്പോൾ 30 ഇൻറ്റു 50 പ്ലസ് എക്സ് വി 30 കൊണ്ട് 1-നെ ഗുണിക്കണം അല്ലേ? 30 ഇൻറ്റു 1 30 തന്നെ പ്ലസ് ഇനി ഏതാണ് രണ്ടാമത്തെ 1 കൊണ്ട് എന്തുകൊണ്ട് ഗുണിക്കണം? 50-നെ ഗുണിക്കണം അല്ലേ? 1 ഇൻറ്റു 50 50 പ്ലസ് 1 ഇൻറ്റു 1 1. അതായത് 30 ഇൻറ്റു 50 3 15 2 0 ചേർത്തു പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 1 അല്ലേ? 1581. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 30 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 1 അല്ലേ? അതായത് ഇവിടെ വൈക്കും വിക്കും പകരം രണ്ടിലും 1 തന്നെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന്റെ ആൾജിബ്ര രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ രണ്ടും 1 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ? അതായത് ഈ രണ്ട് സംഖ്യയിൽ മാത്രമേ വ്യത്യസ്തങ്ങളുള്ളൂ, മറ്റേത് രണ്ടും 1 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ കിട്ടി? ഇങ്ങോട്ട് നോക്കിയേ, 30 ഇൻറ്റു 50 അല്ലേ? അതായത് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് ഇനി നോക്കിയേ 30 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരും? എക്സ് ആവും അല്ലേ? എക്സ് മാത്രം എക്സ് പ്ലസ് ഇവിടെ എന്താണ് അടുത്തത് എന്താണ്? പ്ലസ് 50 അല്ലേ? 50 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? വൈ പ്ലസ് 1 അതേ രൂപത്തിൽ തന്നെ കിടക്കുന്നു. അതായത് ഇത് എക്സ് വൈ, ഇത് എക്സ്, ഇത് വൈ പ്ലസ് 1. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു സംഖ്യ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 32-നെ നമുക്ക് എഴുതാം 30
പ്ലസ് 2 ഇൻറ്റു 70 പ്ലസ് 2 അല്ലേ എന്ന് നമുക്ക് മാറ്റി എഴുതാം. നാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയും 30 ഇൻറ്റു 70 അല്ലേ 30 ഇൻറ്റു 70 പ്ലസ് 30 ഇൻറ്റു 2 30 ഇൻറ്റു 2 പ്ലസ് ഇനി ഇത് 2 കൊണ്ട് 70 2 ഇൻറ്റു 70 പ്ലസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 30 ഇൻറ്റു 70 അങ്ങനെ തന്നെ എടുക്കട്ടെ 30 ഇൻറ്റു 70 പ്ലസ് ഇങ്ങനെ ശ്രദ്ധിച്ച് വയ്ക്കാം ഇവിടെ 30 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 70 അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും എന്തുണ്ട് 2 ഉണ്ട് അല്ലേ കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും 30 ഉണ്ട് ചിഹ്നം പ്ലസ് ഇവിടെ എന്തുണ്ട് 70 ഉണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പ്ലസ് 2 ഇൻറ്റു 2 2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 70 21 2100 പ്ലസ് 70 പ്ലസ് 30 100 100 ഇൻറ്റു 2 200 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 അതായത് 2304 അല്ലേ 2304 നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ബീജഗണിത രൂപം നമ്മൾ എന്ന് എഴുതിയാലോ ഇവിടെ നമ്മൾ 1 കൂട്ടിയത് അതിന് പകരം ഇവിടെ 2ലും 2 കൂട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം എക്സ് പ്ലസ് 2 കൂട്ടുന്നത് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 2 സംഖ്യകൾ കൂടെ 2 കൂട്ടുന്നത് 30 ഇൻറ്റു 70 അല്ലേ 30 ഇൻറ്റു 70 അതായത് എക്സ് ഇൻറ്റു വൈ കിട്ടിയ ആദ്യത്തെ പദം. അപ്പോൾ നമുക്കിവിടെ എക്സ് ഇൻറ്റു വൈ പ്ലസ് പിന്നത്തെ പദം ഏതാണെന്ന് നോക്കിയാൽ 2 ഇൻറ്റു 30 പ്ലസ് 70 അപ്പോൾ 30ഉം 70ഉം കൂടി കൂട്ടുന്നു അല്ലേ അതായത് എക്സും വൈയും കൂടി കൂട്ടുന്നു പിന്നെയോ അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു 30 പ്ലസ് 70ന് പകരം എന്ത് എഴുതാം എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 2ൻ്റെ സ്ക്വയർ അല്ലേ 2ൻ്റെ സ്ക്വയർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറൊരു സംഖ്യ നോക്കാം 6.5 ഇൻറ്റു 8.5 ഒരു ഭിന്നസംഖ്യ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം 6 പ്ലസ് 1/2 അല്ലേ ഇൻറ്റു 8 പ്ലസ് 1/2 എന്ന് എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാനും സമയമെടുക്കും. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും 6 ഇൻറ്റു 8 അല്ലേ 6 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 1/2 6 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 8 അപ്പോൾ 8 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 1/2 1/2 ഇൻറ്റു 1/2 6 ഇൻറ്റു 8 പ്ലസ് ഇങ്ങോട്ട് നോക്കിയേ 6 ഇൻറ്റു 1/2 പ്ലസ് 8 ഇൻറ്റു 1/2 അല്ലേ 2ലും 1/2 ഉണ്ട് 1/2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1/2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും 6 പ്ലസ് ഇവിടെ എന്ത് വരും 8 പ്ലസ് 1/2 ഇൻറ്റു 1/2 വെച്ചാൽ 1/2യുടെ സ്ക്വയർ 1/2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 8 48 പ്ലസ് 1/2 ഇൻറ്റു 14 അല്ലേ 8ഉം 6ഉം 14 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ അതായത് 1/2ൻ്റെ സ്ക്വയർ 4 നമുക്കെന്ത് കിട്ടും 48 പ്ലസ് ഇത് വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും 7 അല്ലേ. അപ്പോൾ 7 പ്ലസ് 1/4 അപ്പോൾ 48 പ്ലസ് 7 55 കാല് അല്ലേ 1/4 അപ്പോൾ 55 1/4 നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 കൂട്ടിയത് അല്ലേ 1/2 കൂട്ടിയത്. നമ്മൾ ഇതിൻ്റെ ആൾജിബ്ര എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും എക്സ് പ്ലസ് 1/2 അല്ലേ 1/2 ഇൻറ്റു വൈ പ്ലസ് 1/2 ആദ്യത്തെ കിട്ടിയത് ഏതാണ് 6 ഇൻറ്റു 8 അല്ലേ അതായത് എക്സ് ഇൻറ്റു വൈ വൈ പ്ലസ് പിന്നെ എന്താണ് കിട്ടിയത്
അര ഇൻറ്റു 6 പ്ലസ് 8 എക്സും വൈയും തമ്മിൽ കൂടി കൂട്ടി അതിനെ 1/2 കൊണ്ട് ഗുണിച്ചു അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, എക്സും വൈയും തമ്മിൽ കൂട്ടി അതിനെ 1/2 കൊണ്ട് ഗുണിച്ചു. പിന്നത്തെ പദം ഏതാ കിട്ടിയത് നമുക്ക്? 1/2ൻ്റെ സ്ക്വയർ. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊന്ന് എടുത്തു നോക്കിയേ. അതായത് 1 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇതാണ് കിട്ടിയത്. 2 കൂട്ടിയപ്പോഴോ ഇങ്ങനെ കിട്ടി. 1/2 കൂട്ടിയപ്പോഴോ ഇത് കിട്ടി. അപ്പം ഇനി നമുക്ക് ഈ 3 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അതായത് ഇതിലെ ആദ്യത്തെ പദം എന്താണ്? എക്സ് വൈ. ഇതിലെയും ആദ്യത്തെ പദം എക്സ് വൈ, ഇതിലെയും ആദ്യത്തെ പദം എക്സ് ഇൻറ്റു വൈ അല്ലേ. ഇനി രണ്ടാമത്തെ പദം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, ഇതിൽ എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് പ്ലസ് വൈ, പക്ഷേ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. ഇവിടെ 2 വന്നപ്പോൾ എക്സ് പ്ലസ് വൈനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെയോ 1/2 വന്നപ്പോൾ എക്സ് പ്ലസ് വൈനെ നമ്മൾ 1/2 കൊണ്ട് ഗുണിച്ചു. ഇവിടെയോ 1 വന്നപ്പോൾ എക്സ് പ്ലസ് വൈനെ 1 കൊണ്ട് ഗുണിച്ചു അല്ലേ. അതായത് 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ. അപ്പോൾ അതാണ് ഇവിടെയുള്ള വ്യത്യാസം. ഇനി നമ്മുടെ മൂന്നാമത്തെ പദം നോക്കിയാൽ, ഇവിടെ പ്ലസ് 2 വന്നപ്പോൾ ഇവിടെ 2 സ്ക്വയർ, ഇവിടെ പ്ലസ് ഹാഫ് വന്നപ്പോൾ ഹാഫിൻ്റെ സ്ക്വയർ, ഇവിടെ 1 വന്നപ്പോൾ 1ൻ്റെ സ്ക്വയർ അല്ലേ, 1 തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ. അതായത് ഉദാഹരണത്തിന് നമുക്ക് എക്സ് പ്ലസ് 5 ഇൻറ്റു വൈ പ്ലസ് 5 കാണണമെന്ന് വിചാരിക്കുക. അതിനാണെങ്കിൽ എങ്ങനെ വരും? എക്സ് വൈ പ്ലസ് എത്ര കൊണ്ട് ഗുണിക്കണം? എക്സ് പ്ലസ് വൈ, അത് കൂട്ടിയതിനെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 5 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 5 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഏതിൻ്റെ സ്ക്വയറാണ് വരാം? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ പദം സെയിം ആയിരിക്കും, എക്സ് ഇൻറ്റു വൈ. രണ്ടാമത്തേത് എക്സും വൈയും തമ്മിൽ കൂടി കൂട്ടാം. 1 ആണെങ്കിൽ 1 കൊണ്ട് ഗുണിക്കുക, 2 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക, അരയാണെങ്കിൽ അര കൊണ്ട് ഗുണിക്കുക. ഇനി മൂന്നാമത്തെ പദം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയറില്ല. 1 ആണെങ്കിൽ 1ൻ്റെ സ്ക്വയർ, 2 ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ, 1/2 ആണെങ്കിൽ 1/2ൻ്റെ സ്ക്വയർ, 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 64 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യം എന്താണ്? മെന്റലി ഫൈൻഡ് ദി പ്രോഡക്ട്സ് ബിലോ. അതായത് മനക്കണക്ക് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ഒന്നാമത്തത് 71 ഇൻറ്റു 91 അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ മനക്കണക്ക് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നാം പഠിച്ച രീതിയിൽ തന്നെ ചെയ്തു പോകാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി അല്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ് മറ്റ് ഇക്വേഷനിലൊക്കെ വരുന്നത്. രണ്ടിൻ്റെയും കൂടെ 1 തന്നെയാണ് കൂട്ടുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് മാറും അല്ലേ. ഇനി 2 ആണ് കൂട്ടുന്നതെങ്കിൽ എക്സ് വൈ അതേ രൂപത്തിൽ തന്നെ കൊടുക്കും. എക്സ് പ്ലസ് വൈന് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അരയാണെങ്കിൽ എക്സ് പ്ലസ് വൈന് എന്ത് വേണം? അര കൊണ്ട് ഗുണിക്കണം. പിന്നെ അവസാനത്തതോ 1 ആണെങ്കിൽ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2 ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ ആവും, 1/2 ആണെങ്കിൽ 1/2ൻ്റെ സ്ക്വയർ ആവും, ഇനി 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ ആവും, അതേ രൂപത്തിൽ പോകും. അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചോദ്യം ഇതേ രൂപത്തിലാണെങ്കിൽ നാം ഇതേ ഇക്വേഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, 71 ഇൻറ്റു 91 അല്ലേ. ഇതെന്തിനാ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? നാം പഠിച്ച രൂപത്തിൽ 70 പ്ലസ് 1 ഇൻറ്റു 90 പ്ലസ് 1 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. മുകളിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഇവിടെ കുറച്ചും കൂടി എളുപ്പം ഏത് ഉപയോഗിക്കാനാണ്? ഇവിടെ 2 ഭാഗത്തും +1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതാം. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. 70 പ്ലസ് 1 ഇൻറ്റു 90 പ്ലസ് 1. അതിനെങ്ങനെ എഴുതും? എക്സ് വൈ അല്ലേ. അപ്പോൾ എക്സ് വൈക്ക് പകരം 70 ഇൻറ്റു 90, 70 ഇൻറ്റു 90 പ്ലസ് എക്സ് പ്ലസ് വൈ, അതായത് 70 പ്ലസ് 90 പ്ലസ് 1. 97 63, 6300 പ്ലസ് 70 പ്ലസ് 90
പ്ലസ് 1 സീക്രട്ട് എത്ര വരും? 6461. 42 ഇൻറ്റു 62. ഇനി നമുക്കിങ്ങനെ എഴുതാം. 40 പ്ലസ് 2 ഇൻറ്റു 60 പ്ലസ് 2. ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ രണ്ട് ഭാഗത്തും 2 തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 അല്ലേ? വൈ പ്ലസ് 2 സീക്വൽ ടു എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാൻ പറ്റും? 40 പ്ലസ് 2 ഇൻറ്റു 60 പ്ലസ് 2 സീക്വൽ ടു ആദ്യത്തത് എക്സ് വൈ തന്നെ അല്ലേ? അപ്പം 40 ഇൻറ്റു 60 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പം 2 ഇൻറ്റു പ്ലസ് 2ൻ്റെ സ്ക്വയർ അതായത് 4 ടു 6 ഇൻറ്റു 4 24 2 0 പ്ലസ് നോക്കിയാൽ 2 ഇൻറ്റു 40 പ്ലസ് 60. 40ഉം 60ഉം 100. 100നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 200 പ്ലസ് 4 സീക്വൽ ടു 2604 അല്ലേ? 2604. വേറൊരു ബുദ്ധിമുട്ടില്ല. ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക, അതിൽ കണ്ട് വാല്യൂ കൊടുക്കപ്പെട്ടേ തുടങ്ങി ചെയ്തിടാം. ഇനി അതിൽ മൂന്നാമത്തത് 10½ അല്ലേ? ഇൻറ്റു 6½ ഇതിനെ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റും അല്ലേ? അതായത് 10 പ്ലസ് അര ഇൻറ്റു 6 പ്ലസ് അര. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കും? അര വന്നിട്ടുള്ള ഇക്വേഷൻ കൊടുക്കാം അല്ലേ? എക്സ് വൈ പ്ലസ് ഈ ഇക്വേഷൻ കൊടുക്കാം നമുക്ക്. അത് നമുക്കറിയാം. എക്സ് പ്ലസ് 1/2 ഇൻറ്റു വൈ പ്ലസ് 1/2 സീക്വൽ ടു ആദ്യം എക്സ് വൈ തന്നെ എക്സ് വൈ പ്ലസ് തുകയെ അര കൊണ്ട് ഗുണിക്കണം അല്ലേ? 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇനി 1/2ൻ്റെ സ്ക്വയർ. നമുക്ക് 10 പ്ലസ് അര 10 പ്ലസ് അര ഇൻറ്റു 6 പ്ലസ് അര സീക്വൽ ടു എക്സ് വൈ അതായത് 10 ഇൻറ്റു 6 പ്ലസ് ഇനി രണ്ടും കൂടി കൂട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിക്കണം അല്ലേ? 1/2 ഇൻറ്റു 10 പ്ലസ് 6 ഇനി 1/2ൻ്റെ സ്ക്വയർ. 10 ഇൻറ്റു 6 60 പ്ലസ് 1/2 ഇൻറ്റു 10 പ്ലസ് 6 16 അല്ലേ? 16 പ്ലസ് 1/1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ 4 വരും. 60 പ്ലസ് നോക്കിയാൽ 2നെ 16 വിട്ട 8 പ്രാവശ്യം അല്ലേ? 8 പ്ലസ് 4 അതായത് 68/4. മനസ്സിലാവണില്ലേ? ഇനി അതിന് നാലാമത്തത് 9.5 ഇൻറ്റു 3.5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9.5 അല്ലേ? 9 പ്ലസ് 0.5 ഇൻറ്റു 3 പ്ലസ് 0.5. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? അതായത് എക്സ് പ്ലസ് നമുക്ക് എഴുതാൻ പറ്റില്ലേ? എക്സ് പ്ലസ് 0.5 ഇൻറ്റു വൈ പ്ലസ് 0.5 അല്ലേ? ഇസിക്കട്ട് എന്ത് വരും? ഇതേ രൂപത്തിൽ തന്നെ ആദ്യം എക്സ് വൈ പ്ലസ് ഇനി 0.5 കൊണ്ട് എന്തിനു ഗുണിക്കണം? 0.5 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈനെ 0.5 കൊണ്ട് ഗുണിക്കുക. അത് കഴിഞ്ഞാൽ 0.5ൻ്റെ സ്ക്വയർ. 9 പ്ലസ് 0.5 ഇൻറ്റു 3 പ്ലസ് 0.5 എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് വൈ അതായത് 9 ഇൻറ്റു 3 പ്ലസ് 0.5 എക്സ് പ്ലസ് വൈ അല്ലേ? ആ 0.5 ഇൻറ്റു എക്സ് പ്ലസ് വൈ 9 പ്ലസ് 3 പ്ലസ് ഈ 0.5ൻ്റെ സ്ക്വയർ സീക്വൽ ടു 9 3 27
പ്ലസ് 0.5 ഇൻറ്റു 9 3 12 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 അപ്പോൾ ഇവിടെ 0.5 ഇൻറ്റു 0.5 അല്ലേ. അപ്പം 1 2 സ്ഥാനം നീക്കി കുത്തിടുക. അപ്പോൾ 0.25 നമുക്ക് 27 പ്ലസ് 0.5 ഇൻറ്റു 12 അല്ലേ. 12നെ 0.5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 6 അല്ലേ. പകുതി 6 പ്ലസ് 0.25 സീക്വൽ ടു അപ്പോൾ 33.25. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 1/4 ഇൻറ്റു 6 1/4. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമുക്ക് മാറ്റി എഴുതാം. 10 പ്ലസ് 1/4 ഇൻറ്റു 6 പ്ലസ് 1/4. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാമല്ലോ. എങ്ങനെ വരും? എക്സ് പ്ലസ് 1/4 ഇൻറ്റു വൈ പ്ലസ് 1/4 എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് വൈ അങ്ങനെ തന്നെ വരും. എക്സ് വൈ പ്ലസ് ഇനി എന്ത് വേണം? അപ്പോൾ 1/4 ഇൻറ്റു തുക എക്സ് പ്ലസ് വൈ, എക്സിൻ്റെയും വൈൻ്റെയും തുക പ്ലസ് ഇനി എന്ത് വേണം? 1/4ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 10 പ്ലസ് 1/4 ഇൻറ്റു 6 പ്ലസ് 1/4 സീക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് വൈ 10 ഇൻറ്റു 6 10 ഇൻറ്റു 6 പ്ലസ് 1/4 ഇൻറ്റു എക്സ് പ്ലസ് വൈ 10 പ്ലസ് 6 പ്ലസ് 1/4ൻ്റെ സ്ക്വയർ സീക്വൽ ടു 10 ഇൻറ്റു 6 60 പ്ലസ് 1/4 ഇൻറ്റു 10 പ്ലസ് 6 എത്രയാണ്? 16 പ്ലസ് 1/4ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1 4ൻ്റെ സ്ക്വയർ 16 60 പ്ലസ് ഇങ്ങോട്ട് നോക്കാം 1/4 ഇൻറ്റു 16 നമുക്ക് വെട്ടിപ്പോകും അല്ലേ 4 പ്രാവശ്യം. അപ്പോൾ 4 പ്ലസ് 1/16 4 1/16 ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ് ഗുണിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കില്ല. നമുക്കിത് 10 1/4 ഇൻറ്റു 6 1/4 എന്ന് ഗുണിച്ച് നോക്കി നിങ്ങൾ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. The product of two numbers is 1400 and their sum is 81. What is the product of the numbers next to each? ചോദ്യം ഒന്ന് ശരിക്കും വായിച്ചു നോക്കാം. രണ്ട് എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ഗുണനഫലം എത്രയാണ്? 1400 അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ എക്സും വൈ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എക്സ് വൈ അല്ലേ. എക്സ് ഇൻറ്റു വൈ എത്രയാണ്? 1400. അവയുടെ തുക അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 81 കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 81. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. അപ്പോൾ രണ്ട് നമ്പറുകൾ നാം എക്സും വൈ ആണെന്ന് വിചാരിച്ചു. എക്സ് വൈ അവയുടെ ഗുണനഫലം 1400 അല്ലേ. അവ തമ്മിൽ കൂട്ടിയാൽ 81 കിട്ടും. ഇനി ഈ രണ്ട് സംഖ്യകളുടെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ചോദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ നമ്പേഴ്സ് എക്സും വൈ ആണെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ നമ്പേഴ്സ് എക്സും വൈ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് എക്സ് ഇൻറ്റു വൈ 1400 എക്സ് പ്ലസ് വൈ 81. ഇനി ഇവയുടെ തൊട്ടടുത്ത നമ്പറുകളുടെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവയുടെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? നെക്സ്റ്റ് നമ്പേഴ്സ് നമ്മൾ എക്സും വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? അതിൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. അത് എക്സ് പ്ലസ് 1 ആയിരിക്കും. സംഖ്യ അതായിരിക്കും വൈയുടെ തൊട്ടടുത്ത സംഖ്യ വൈ പ്ലസ് 1 ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഖ്യ 20 ഒരു സംഖ്യ 30 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് തൊട്ടടുത്ത സംഖ്യയിൽ ഏതൊക്കെയാണ്? 20ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. അപ്പോൾ 21 കിട്ടി. 30ൻ്റെ കൂടെ 1 കൂട്ടണം അപ്പോൾ 31 കിട്ടി അല്ലേ. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് നമ്പേഴ്സ് എക്സും വൈയും എണ്ണൽ സംഖ്യയിലാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? അതിൻ്റെ കൂടെ 1 കൂട്ടുക, ഇതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത രണ്ട് നമ്പറുകൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? ഇത്രയേ ഉള്ളൂ ചോദ്യം. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1
അപ്പോൾ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ ഇക്വേഷൻ എന്താണ്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ അല്ലേ? അപ്പോൾ അതായത് ഇവിടെ എന്ത് വരും? എക്സ് വൈ നമുക്ക് നേരെ തന്നിട്ടുണ്ട് 1400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1400 നേരിട്ട് അങ്ങോട്ട് എഴുതാം. പ്ലസ് നോക്കിയേ എക്സ് പ്ലസ് വൈ അല്ലേ, ഇതും നമുക്ക് നേർക്ക് അങ്ങോട്ട് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 51 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈക്ക് വരെ നമുക്ക് 51 എഴുതാം. പ്ലസ് 1 1482. അപ്പോൾ ചോദ്യം കാണുമ്പോൾ നമുക്ക് വലിയ ചോദ്യം തോന്നും. ഒരു വലിയ ചോദ്യമല്ല. നാം പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ അല്ലേ, അതങ്ങോട്ട് കൊടുക്കുക. ഈ സാധനം നമുക്ക് ഡയറക്റ്റ് ആണ് തന്നിട്ടുണ്ട്, അതങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. The product of two odd numbers is 121. The sum is 50. What is the product of the odd numbers next to each? കണ്ടോ, എപ്പോഴും ചോദ്യം നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാകും, ഒരു കുഴപ്പമില്ല. മനസ്സിലിട്ട് ഒന്നും കൂടി വായിച്ചിട്ട് ആ തന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതാം. ഇവിടെ എന്താണ്? ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ഗുണനഫലം എത്രയാണ്? 621 അല്ലേ. അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഈ ഓഡ് നമ്പർ ഏതൊക്കെ ഒന്ന് വിചാരിക്കാം. ഓഡ് നമ്പേഴ്സ് ഒന്ന് എക്സും ഒന്ന് വൈ ആണെന്ന് വിചാരിച്ചു. ഇനി അവയുടെ പ്രൊഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ 621. ആൻഡ് ദർ സം, അവയുടെ തുക അല്ലേ. തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ 50. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ഇനി എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് ഈ സംഖ്യകളുടെ എക്സിൻ്റെയും വൈയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയുടെ തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ, രണ്ട് എണ്ണൽ സംഖ്യകളല്ല, രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്നാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ഈ ഇക്വേഷൻ എഴുതരുത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യരുത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ, ഇപ്പോൾ ഒരു ഒറ്റ സംഖ്യ 3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 5 ആണ് അല്ലേ. അടുത്തതോ 7. അങ്ങനെയാണ് പോകുന്നത്. അതായത് ഒരു ഒറ്റ സംഖ്യയുടെ കൂടെ അടുത്ത ഒറ്റ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൂട്ടണം അല്ലേ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം? അടുത്ത ഒറ്റ സംഖ്യ കിട്ടാം. ഇരട്ട സംഖ്യ ആയാലും അങ്ങനെ തന്നെ, ഒരു ഇരട്ട സംഖ്യയുടെ കൂടെ 2 കൂട്ടിയാലേ അടുത്ത ഇരട്ട സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ്. ടു വൈയുടേത് വൈ പ്ലസ് 2. ഇനി നമുക്ക് കാണേണ്ടത് ഇവരുടെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 സീക്വൽ ടു എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 സ്ക്വയർ അല്ലേ. ഇപ്പം ഇവിടെ നോക്കിയേ, എക്സ് വൈ നമുക്ക് നേരെ തന്നിട്ടുണ്ട് 621. അപ്പോൾ 621 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട് എത്രയാണ്? 50 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 സീക്വൽ ടു 621 പ്ലസ് 2 ഇൻറ്റു 9 100 പ്ലസ് 4 725. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ